ഹായ്. ഈ സോഷ്യൽ മീഡിയ മലീമസമാക്കുന്ന, വൃത്തിഹീനമാക്കുന്ന, ദുരന്തം പിടിച്ച, ഭ്രാന്ത് പിടിച്ച ചില സ്ത്രീകളെ പറ്റിയിട്ട് വീണ്ടും സംസാരിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കുറേ നാളായി ഞാൻ വീഡിയോ ചെയ്തിട്ട് ഈ വിഷയത്തിൽ ഇടപെടേണ്ട, ഇതെങ്ങനെയെങ്കിലും പോട്ടെ. ഒരു വീഡിയോ ചെയ്യുക എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ല മടിയുള്ള കാര്യമാണ്. അപ്പോൾ പിന്നെ അത്രമേൽ പറയാതിരിക്കാൻ വയ്യ എന്ന് തോന്നുമ്പോൾ ചില കാര്യങ്ങളിൽ ഇടപെട്ട് പോകും, റിപ്പീറ്റായിട്ട് അതിനെതിരെ സംസാരിച്ചേയിരിക്കും. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഒരു സ്ത്രീ കൈമറ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കൈമറ എന്ന് പറയുന്ന ഒരു സ്ത്രീ വല്ലാതെ ഈ പറയുന്ന തമിഴത്തെയെ വെല്ലുന്ന രീതിയിൽ, ഈ പറയുന്ന മറ്റ് കമീറ അങ്ങനെയുള്ള കുറേ ആളുകളുണ്ടല്ലോ, അവളുമാരെയൊക്കെ വെല്ലുന്ന രീതിയിൽ തെറി വിളിച്ച് മുന്നോട്ട് വരുന്നുണ്ട്. തെറിയും അശ്ലീലവും മാത്രം പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ മുന്നോട്ട് വരുന്നുണ്ട്. ആരെപ്പറ്റി തെറി വിളിച്ചാലും അത് പബ്ലിക്കായിട്ടാണ് ഇടുന്നത്, അല്ലാതെ രഹസ്യമായിട്ട് അവരെ ഫോണിൽ വിളിക്കുകയോ, ഫോൺ നമ്പറൊക്കെ ഈ പറയുന്ന എല്ലാവരുടെയും ഫോൺ നമ്പർ ഈ പറയുന്ന സ്ത്രീകൾക്കുണ്ട്. രഹസ്യമായിട്ട് ഫോണിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യുകയോ ഒന്നും അല്ല ചെയ്യുന്നത്. പബ്ലിക്കായിട്ട് വന്നിരുന്നാണ് ചീത്ത വിളിക്കുന്നത്. അതേപോലെ തന്നെ പബ്ലിക്കിലാണ് CP ഒക്കെ ഇടുന്നത്. ഈ പറയുന്ന ആൾക്കാരെ പറ്റിയിട്ട് തെറി വിളിക്കുന്നതും ചീത്ത വിളിക്കുന്നതും. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഈ സ്ത്രീ ചതിച്ച, ഈ സ്ത്രീയുടെ ചങ്കുകളായിട്ട് കൂടെ നിന്ന 2 പേര്, അവരിൽ നിന്ന് ഇവർ കാശ് തെണ്ടിയതിനും കാശ് മേടിച്ചതിനും, ഒരു ആയിഷ എന്നെന്തോ പറയുന്ന ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്ന് 8,000 എന്തോ ഇവർ വാങ്ങി. ഇവരെ കടം വാങ്ങുന്നൊന്നുമല്ല പ്രശ്നം. കാര്യം ഫിജോയെ ഒരുപാട് അപമാനിക്കുന്നുണ്ടായിരുന്നു. കടം വാങ്ങി, തെണ്ടി തിന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഫിജോയും താനൂജിയും ഒക്കെ ഈ സ്ത്രീ ഒരുപാട് അപമാനിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവർ വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു. ഉണ്ണിയേട്ടൻസ് വ്ലോഗിൽ ഉണ്ണി അതിൻ്റെ ആ കമൻറ്റ് ഇട്ടിട്ടുണ്ട്, ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് 1 രൂപയെങ്കിലും ആരോടെങ്കിലും മേടിച്ചു എന്ന് തെളിയിച്ചാൽ തല മുണ്ടനം ചെയ്ത് പുള്ളി കുത്തി നടക്കാമെന്ന് ഈ സ്ത്രീ ചലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഒരാളുടെ കയ്യിൽ നിന്ന് തന്നെ 8,000 മേടിച്ചതായിട്ട് അതിൻ്റെ തെളിവുകൾ ആളുകൾ പുറത്തു വിടുന്നുണ്ട്. ഒരു 2,000, 3,500, ഒരു 2,000, 3,500 ഇതൊക്കെ ആയിട്ട് തിരിച്ചു കൊടുത്തതായിട്ടും ഒക്കെയുള്ള ഡീറ്റെയിൽസ് ഇടുന്നുണ്ട്. അത് കൊടുക്കാൻ ലേറ്റായിപ്പം ഞാൻ ആരെയും മോഞ്ചിക്കില്ല, എന്താണ് ഹസ്ബൻഡ് ക്യാഷ് ഇടുമ്പോൾ തിരിച്ചു തരും എന്നൊക്കെ പറയുന്ന ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. എന്നിട്ടും ഈ സ്ത്രീ ഇരുന്ന് തള്ളുന്നത് ഞാനത് കടം മേടിച്ചതല്ല, ഇവർ എന്തോ നേർച്ചയിടാൻ തന്നതാണ് എന്നാണ് പറയുന്നത്. ഈ സ്ത്രീക്കും ഈ പറയുന്ന തമിഴത്തിക്കുമൊക്കെ വിദേശത്തു നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ ക്യാഷ് കൊടുക്കുന്നത് നേർച്ചയിടാനാണ്. ഇവരെയൊക്കെ കൈ വെറുതെ നേർച്ചയിടാനായിട്ട് ആളുകൾ ക്യാഷ് കൊടുക്കുകയാണ്. തമിഴത്തെയും പണ്ട് സലീമിൻ്റെ കയ്യിൽ നിന്ന് ഒരു 2,000 സലീം മേടിച്ചു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതും അവർ പറഞ്ഞ എന്തോ നേർച്ചയിടാനാണ്, ഇത് നേർച്ചയിടാനാണ്. ഇതേപോലെയുള്ള സ്ത്രീകളുടെ കയ്യിൽ ആരെങ്കിലും ക്യാഷ് കൊടുത്താൽ ഉടനെ പറയുന്ന കാര്യമാണ് നേർച്ചയിടാൻ തന്നതാണ്. എന്തായാലും പറഞ്ഞ വാക്ക് പാലിക്കണം എന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് ക്യാഷ് വാങ്ങിച്ചു എന്ന് തെളിഞ്ഞു കഴിഞ്ഞല്ലോ. വാക്കിന് വാല്യൂ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ തലമുണ്ടനം ചെയ്യണം, ഇല്ലെങ്കിൽ വീണ്ടും ഇരുന്ന് ചെലിച്ചിട്ട് ഒരു കാര്യമില്ല. ഇതിപ്പോൾ ഇത്രയധികം സംസാരിക്കാൻ, ഇപ്പോൾ ഈ വിഷയം സംസാരിക്കണം എന്ന് എനിക്ക് തോന്നാൻ തന്നെ കാരണം, ഈ ചങ്കുകളായിട്ട് കൂടെ നിന്നിരുന്ന 2 സ്ത്രീകളെ പറ്റിയിട്ട് ഈ സ്ത്രീ കുറേ ദിവസമായിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് ഓരോന്ന് പറയുകയും വീഡിയോ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അവരൊപ്പം പുറത്തു വന്നിട്ട് ഈ സ്ത്രീയെ പറ്റിയിട്ട് കുറേ കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഇപ്പം ഈ സ്ത്രീയുടെ കൂടെ നിൽക്കുന്ന കുറേ ആളുകൾ പറയുന്നുണ്ട്, അവർ പറഞ്ഞത് കള്ളമാണ്, ആരെ പറ്റിയിട്ടാണേലും ഇങ്ങനൊന്നും കള്ളമൊന്നും പറയാൻ പാടില്ല, ഒരാളെ കള്ളിയാക്കാൻ പാടില്ല, നുണ പറയാൻ പാടില്ല, സോഷ്യൽ മീഡിയയാണ്, എന്ത് കള്ളവും വന്ന് പറയാമെന്നാണോ, അതിനുള്ള പ്രതിവിധി എന്താണെന്ന് വെച്ചാൽ ചെയ്യണം, കേസ് കൊടുക്കണം, ഒരാളെ ഇങ്ങനെ പറയാൻ പാടില്ല, കള്ളം പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് വിവരം കെട്ട കുറേ സപ്പോർട്ടേഴ്സ് കമൻറ്റ് ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, ഈ സ്ത്രീ നാളിതുവരെ പറഞ്ഞ ഏതെങ്കിലും, ഈ കൈമറന്ന് പറയുന്ന ഈ സ്ത്രീ പറഞ്ഞ നാളിതുവരെ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യത്തിൽ സത്യമുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? തെളിയിക്കാമോ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ? ഫോർ എക്സാമ്പിൾ, ഈ തമിഴത്തിയെ പറ്റി പറഞ്ഞ കാര്യം, അവർ തമ്മിൽ ഇപ്പം നല്ല കൂട്ടാണ്, നല്ല ലോഹ്യമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് തെറി വിളിച്ചാലും ചീത്ത പറഞ്ഞാലും ഒന്നും അവർക്ക് പ്രശ്നമില്ല. കാര്യം രണ്ടും ചേരുംപടിയാണ്, അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. ഫിജോയൊന്ന് ഈ തമിഴത്തിയെ കൂട്ടുകാർ പോലും എടുത്തിട്ടലക്കിയപ്പോൾ ഫിജോയൊന്ന് അഴഞ്ഞു, എന്താണ് ചത്ത് കിടക്കുന്നവനെ വീണ്ടും എടുത്തിട്ട് അലക്കില്ല എന്ന് പറഞ്ഞ് സനു എന്ന് വിളിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഈ പറയുന്ന കൈമറ എന്ന് പറയുന്ന സ്ത്രീ ഫിജോയ്ക്കെതിരെ തിരിഞ്ഞത്. അതുവരെ ഫിജോ നല്ലതായിരുന്നു. സ്വന്തം മക്കളെ ചീത്ത പറഞ്ഞവളെ സനു എന്ന് വിളിച്ചേക്കുന്നു, പേര് വിളിച്ചേക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഫിജോയ്ക്കെതിരെ ഈ കൈമറ എന്ന് പറയുന്ന സ്ത്രീ ആക്രമണം തുടങ്ങിയത് അല്ലേ? എന്തെല്ലാം പറഞ്ഞു ആ സ്ത്രീ. ആ പറഞ്ഞ സെയിം സ്ത്രീ ഈ സോഷ്യൽ മീഡിയയിലേക്ക് വന്നത് തന്നെ സ്വന്തം മകളെ ഈ തമിഴത്തി
തെറി പറഞ്ഞു, ചീത്ത പറഞ്ഞു, അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിൻ്റെ ഫോട്ടോ എടുത്തിട്ടു, എൻ്റെ കുഞ്ഞിനെ പറഞ്ഞു എന്ന് പറഞ്ഞ് പബ്ലിക്കിൽ വന്ന സ്ത്രീയാണ് ഈ കൈമർ എന്ന് പറയുന്ന സ്ത്രീ. ഇപ്പോൾ സനു എന്ന് പറയുമ്പോൾ എന്താ സ്വീറ്റ്, എന്താ മധുരം, എന്താണൊരു സിമ്പതി, എന്താണ് ഒരു ഇഷ്ടം. അപ്പോൾ അതിന് കുഴപ്പമില്ല. ഫിജോ ഇവളുടെ അണ്ടറിൽ ഇവൾ പറയുന്ന രീതിക്ക് എല്ലാവരും പെരുമാറിക്കോണം. അതുവഴി പോകാൻ പറയുമ്പോൾ എല്ലാവരും അതുവഴി പോകണം, ഇതുവഴി വരാൻ പറയുമ്പോൾ എല്ലാവരും ഇതുവഴി വരണം. അല്ലെങ്കിൽ എല്ലാവർക്കെതിരെയും തിരിയും, എല്ലാവർക്കെതിരെയും ചീത്ത വിളിക്കും. ദിവസവും 3-4 മണിക്കൂർ വീതം ലൈവ് വന്നിരുന്നിട്ട് പൂരപ്പാട്ട് പാടും. ഇവൾ ചെയ്ത അത് തെറ്റല്ല. ഫിജോ സനു എന്നൊന്ന് വിളിച്ചപ്പം ഇമാതിരി ഡയലോഗ് അടിച്ച സ്ത്രീ ഇപ്പം എന്തെന്നാ വിളിക്കുന്നത്? ഇപ്പം ഫുൾ സപ്പോർട്ട് അവൾക്ക്, ഇവൾക്ക് ഫുൾ സപ്പോർട്ട് അവളും. ഞാൻ പറഞ്ഞു വന്ന കാര്യം നുണ പറയുന്ന കാര്യമല്ലേ പറഞ്ഞത്. അപ്പോൾ ഒരു സ്ത്രീയുടെ കസേരകളി, ആ കസേരകളി എന്താണെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. എത്ര വൃത്തിഹീനമായ ഒരു സ്റ്റോറിയാണ് ഇവൾ ക്രിയേറ്റ് ചെയ്ത് പറഞ്ഞത്. ഇപ്പം ആ വ്യക്തിക്ക്, തമിഴത്തേക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഇവർ തമ്മിൽ ഇപ്പോൾ ലോക്യമാണ്, ഒരു പ്രശ്നം ഉണ്ടാവില്ല. അത് എന്നെ ബാധിക്കുന്ന കാര്യമല്ല. ഞാൻ പബ്ലിക്കിൽ കേട്ട ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്, എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ സ്ത്രീയുടെ അത്രയും വൃത്തികെട്ട ഒരു വീഡിയോയുണ്ട് എന്ന് പറഞ്ഞ് സ്വന്തം സബ്സ്ക്രൈബേഴ്സിനെ മുഴുവൻ ചീറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഈ സ്ത്രീ ഒരുപാട് തവണ ആളുകൾ പോയി ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവരുടെ വീഡിയോയിൽ ഉണ്ടോ, ഉള്ളതാണോ നീ പറയുന്നത്, ഇത് സത്യമാണോ? സത്യമല്ലാത്ത എന്തെങ്കിലും ഞാൻ പറയുമോ? ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? തെളിവില്ലാതെ ഞാൻ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? അത്രയ്ക്ക് തെളിവ്, പ്രൂഫ് എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ടാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ് ഈ സ്ത്രീ ഒരുപാട് വെല്ലുവിളിച്ചായിരുന്നു. പുറത്തിടാൻ പറ്റാത്തത് കൊണ്ടാണ്, എൻ്റെ ചാനൽ പോകും, അല്ലെ പോലീസ് പിടിക്കും, അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് പച്ചക്കള്ള റിപ്പീറ്റ് അടിച്ച് വീണ്ടും 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 എത്ര നാൾ പറഞ്ഞുകൊണ്ടിരുന്നു, എത്ര നാൾ പറ്റിച്ചുകൊണ്ടിരുന്നു ജനങ്ങളെ, അല്ലേ? അതെല്ലാം നീയൊക്കെ വിശ്വസിച്ചു. അപ്പം നിനക്കൊന്നും ഒരു പ്രശ്നവുമില്ല. ഇവൾ അത്രയും പെരുന്നോണ പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു തെളിവ് ഇവളെ കൊണ്ട് വെക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല, അല്ലേ? ഇതിപ്പോൾ ഒരാളുടെ വീട്ടിൽ നിന്ന് എന്തോ ഒരു സാധനം മോഷ്ടിച്ചു എന്നുള്ളൊരു സംഭവം, അതായത് വിതൗട്ട് ദെയർ പെർമിഷൻ, അവരുടെ ഇഷ്ടമില്ലാതെ അവരുടെ വീട്ടിലേക്ക് വലിഞ്ഞു കയറി ചെന്നതാണ്. രാത്രിയിൽ, പാതിരാത്രിയിൽ അവരുടെ ടൗണിൽ വന്ന് നിന്നിട്ട് വിളിക്കുകയാണ്, ഞാനിവിടെ നിൽക്കുകയാണ്, രാത്രിയിൽ ഇവിടെ വന്ന് നിൽക്കുകയാണ്, അങ്ങോട്ട് വരികയാണെന്ന് പറഞ്ഞാൽ ആ സ്ത്രീക്ക് സ്വീകരിക്കുകയല്ലാതെ വേറെ മാർഗമില്ല. ഇഷ്ടമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് അവരുടെ പെർമിഷൻ ഇല്ലാതെ, അവരുടെ ഇഷ്ടമില്ലാതെ വലിഞ്ഞു കയറി ചെന്നതാണ്, അല്ലേ? അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം. ഇതിൽ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല. ഈ സ്ത്രീയെ ഒരു കാലത്തും വിശ്വസിക്കാൻ കൊള്ളില്ല, സത്യം പറയില്ല ഈ സ്ത്രീ. എന്താണെന്ന് വെച്ചാൽ ഒരു വീട്ടിലേക്കൊക്കെ നമ്മളെയൊക്കെ 1000 തവണ ഒരിടത്തേക്ക് വിളിച്ചാലും പോകാൻ ഇഷ്ടമില്ല നമുക്ക്. എനിക്കിഷ്ടമില്ല ഇങ്ങനെ ആരുടെയെങ്കിലും വീട്ടിൽ പോയി കിടക്കുന്നതും അങ്ങനെയൊന്നുള്ള കാര്യങ്ങളോട് എനിക്ക് താല്പര്യമില്ല. ഇത് അവരുടെ അനുവാദം പോലും ഇല്ലാതെ കൊച്ചിനെയും വലിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് കണ്ടവരുടെ വീട്ടിൽ കൂടെ. അപ്പോൾ അതിൽ അവരുടെ ഇഷ്ടക്കേടോടെ ഇല്ലേ ചെന്നത്? അവർ പറയും, അവർക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. തെളിവ് വെക്കാൻ പറയാം, നിനക്കൊക്കെ എന്താ യോഗ്യത? അങ്ങനെയാണെങ്കിൽ നീയൊക്കെ ആദ്യം ഇവളോട് പറ തെളിവ് വെക്കാൻ. ഒരു സ്ത്രീയുടെ വൃത്തികെട്ട വീഡിയോയുണ്ട്, ഇറക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ ഇവളോട് അതിന് തെളിവ് വെക്കാൻ പറ. ഇവള് കാണിച്ച കള്ളത്തരത്തിന് ആദ്യം മറുപടി പറയാൻ പറ. ആ സ്ത്രീയുടെ വീഡിയോ ഇവള് പബ്ലിഷ് ചെയ്യട്ടെ, അല്ലെങ്കിൽ അതിന് ഇവള് വ്യക്തമായിട്ടുള്ള കറക്റ്റായിട്ടുള്ള തെളിവ് തരട്ടെ. അതേപോലെ വേറൊരു മനോജ് എന്ന് പറയുന്ന ഒരു വ്യക്തിയോട് ഈ പറയുന്ന തമിഴത്തി 50,000 മേടിച്ചു, അതിൻ്റെ പ്രൂഫും ഇവരുടെ കയ്യിലുണ്ടെന്ന് പറയുന്നു. അത് പബ്ലിഷ് ചെയ്യാൻ പാടില്ലാത്ത കാര്യമൊന്നും അല്ലല്ലോ, അതിനും തെളിവ് വെക്കട്ടെ. ആദ്യം ഇവള് ചെയ്ത കള്ളത്തരങ്ങൾക്ക് ഇവളോട് തെളിവ് വെക്കാൻ പറ. എന്നിട്ട് നീയൊക്കെ മറ്റുള്ളവരെ കള്ളി എന്നും കള്ളത്തരം കാണിച്ചു എന്നും പറയാനായിട്ട് നിൽക്ക്. ആദ്യം സ്വന്തം കണ്ണിലെ തടിക്കഷ്ണം എടുത്തു മാറ്റാനായിട്ട് പറ. ഇത്രയധികം വൃത്തികേടും കള്ളത്തരവും കാണിക്കുന്ന ഒരു സ്ത്രീയെ സപ്പോർട്ട് ചെയ്തിട്ട് വേറൊരാൾ പറഞ്ഞതിനെ ന്യായീകരിച്ച് ഇവളിരുന്നൊരു കള്ളക്കരച്ചിലും കരഞ്ഞ് 2 ആക്ഷനും കാണിച്ചു കഴിയുമ്പോഴത്തേക്ക് നീയൊക്കെ തിരിയാണ്. എന്തു വൃത്തികെട്ട ആളുകളാണ് ഈ പറയുന്ന പ്രസ്തുത സ്ത്രീകളുടെ കൂടെ ഉള്ളതെന്നറിയാവോ? ഈ ഒരു 3-4 സ്ത്രീകളുടെ കൂടെയുള്ളത് അതുപോലെ വൃത്തികെട്ട സ്ത്രീകളാണ്. നിങ്ങൾക്ക് ഒന്നും നോക്കണ്ട, ഇവരുടെയൊക്കെ ഐഡിയ ഒന്ന് നോക്കിയാൽ മതി. എന്താണ് നാഗവല്ലി, കള്ളിയങ്കാട്ട് നീലി, ഡെവിള്, ഇതൊക്കെയാണ് ഫേക്ക് ഐഡികളുടെ പേര്, ഇവരുടെ കൂടെയുള്ള ആളുകളുടെ പേര്. അപ്പം തന്നെ ചിന്തിച്ചാൽ മതി, ഈ സാധനമൊക്കെ പോസിറ്റീവ് എനർജി ആണോ നെഗറ്റീവ് എനർജി ആണോ എന്ന് ചിന്തിച്ചാൽ മതി. എല്ലാം നെഗറ്റീവ് എനർജിയുടെ പേരിട്ടിട്ടാണ് ഇവർ അർമാദിക്കുന്നത്. അപ്പം തന്നെ അത് പിശാചിൻ്റെ കോട്ടയാണ്. ഈ പറയുന്ന സ്ത്രീകളെല്ലാം ആ രീതിയിലുള്ളതാണ് എന്ന് തന്നെ മനസ്സിലാക്കിയാൽ മതി. പിന്നെ എന്നെ ഏറെ വേദനിപ്പിച്ച, ഇന്നലെ ഒരുപാട് ഞാൻ സങ്കടപ്പെട്ട ഒരു വിഷയമാണ് ഇവളൊരു CP ഇട്ടേക്കുന്നത് കണ്ടു. ഉണ്ണിയേട്ടൻസ് വ്ലോഗിലെ ആ ഉണ്ണിക്കിട്ടേക്കുന്ന ഒരു CP ആണ്. ഞാനിത് ഇവിടെ വെക്കാം, ഇതൊന്ന് വായിച്ചു നോക്ക്.
ഇമാതിരി ഒരു വൃത്തികെട്ട സാധനത്തിന് ലോകത്ത് കണ്ടിട്ടുണ്ടോ? ഇവളെന്നല്ല, ഇവളുടെ കൂടെ ഇവള് പോയി കൂടിയേക്കുന്ന എല്ലാം ഇങ്ങനെയാണ്. കമീറ എന്ന് പറയുന്ന ഒരുത്തി ഒരു അമ്മയും മകളെയും പറ്റി ഇതുപോലെ വൃത്തികേട് പറഞ്ഞതാണ്. അതുപോലെ മോന്തദാസ് എന്ന് പറയുന്ന സ്ത്രീ ഒരു അമ്മയുടെയും മകൻ്റെയും പിക്ചർ എടുത്ത് വെച്ചിട്ട് ഇതുപോലെ വൃത്തികേട് എഴുതി വെച്ചവളാണ്. അതുപോലെ തന്നെ ഇവളീ പറഞ്ഞേക്കുന്ന വാക്ക് എന്താണ്? ഇവക്ക് എന്തെങ്കിലും ബോധമുണ്ടോ? മനുഷ്യ സ്ത്രീ ആണോ ഇത്? മനുഷ്യനായിട്ട് തോന്നില്ല, പിശാചിനിയാണിത് അല്ലേ? ഇവളെയൊക്കെ എനിക്ക് സത്യമായിട്ട് ഞാൻ ചിന്തിക്കാം, നാട്ടുകാർ കൂടി പട്ടിയെ തല്ലിക്കൊല്ലുന്ന പോലെ ഇവളെയൊക്കെ തല്ലിക്കൊല്ലണം. ഈ ഭൂമിക്ക് ശാപമാണ് ഈ ഭൂമിക്ക് ശാപമാണ്. മക്കളുണ്ടെങ്കിൽ അവർക്ക് ബാധ്യതയാണ് ഇമാതിരി സ്ത്രീകൾ. എനിക്ക് തോന്നുന്നില്ല ഒരു വീട്ടുകാരൊക്കെ ഇതിനെ ഉപേക്ഷിച്ച് വിട്ട സാധനമായിരിക്കും. ഇവളുടെ അമ്മയാണെന്ന് തോന്നുന്നു. ഇവളുടെ വീഡിയോയിൽ വന്നിട്ട് കമൻ്റൊക്കെ ഇടുന്നുണ്ട് എന്ന് ആളുകൾ പറഞ്ഞ് ഇങ്ങനെ കമൻറ്റിലൊക്കെ ഞാൻ കാണാറുണ്ട്. അപ്പോൾ ഇവർ കുടുംബപരമായിട്ടേ അങ്ങനെയാണെന്ന് തോന്നുന്നു. ഇതുപോലെ തെറി വിളിക്കുന്ന ഒരു ചാനലിൽ മകൾ ഇതുപോലെ വൃത്തികേട് പറയുന്നത് കേട്ടിട്ട് അതിൻ്റെ താഴെ വന്ന് സപ്പോർട്ട് ചെയ്യാൻ ഒരു അമ്മയ്ക്ക് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഫാമിലി എന്താണ്? ഇവർക്ക് ഹസ്ബൻഡ് ഉണ്ട്, വിദേശത്താണെന്നൊക്കെ പറയുന്നു. അയാൾ ഇതൊക്കെ കണ്ടിട്ട് മിണ്ടാതിരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ് ആ കുടുംബം? ഒന്നുകിൽ ഇതിനെ ഉപേക്ഷിച്ച് വിട്ടതാണ്, ഒരു ബാധ്യതയുമില്ല, അല്ലെങ്കിൽ ഇത് എന്തെങ്കിലും കാണിക്കട്ടെ, ഇതിനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുക, എന്തോ തലക്കടി കിട്ടിയതോ എന്തോ പ്രശ്നങ്ങളൊക്കെ ഉള്ളതാണെന്ന് പറയില്ലേ, ആ രീതിയിൽ മെൻ്റലി ഈ സ്ത്രീക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാകാം. അങ്ങനെയാണെങ്കിൽ തന്നെ കുടുംബക്കാർ മുൻകൈ എടുത്ത് ഇതിനെ ഏതെങ്കിലും ഭ്രാന്ത് ആശുപത്രിയിൽ ആക്കേണ്ടതാണ്. അല്ലാതെ ഈ സോഷ്യൽ മീഡിയയിൽ ജനങ്ങളെ മുഴുവൻ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ഇതേപോലെയുള്ള വൃത്തികേടുകൾ പടച്ചുവിടാനായിട്ട് ഇതിനെ ഇങ്ങനെ അഴിച്ചുവിടരുത്. വീട്ടുകാർ തന്നെയാണ് അതിനൊരു തീരുമാനം എടുക്കേണ്ടത്. ഇപ്പോൾ ഈ ഉണ്ണിയോട് അയാളോട് ഇങ്ങനൊരു വൃത്തികേട് എഴുതാനായിട്ട് ഇവൾക്കുണ്ടായ പ്രചോദനം എന്താണ്? ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എഴുതുന്നുണ്ട്. ശരിയാണ്, രണ്ട് കൂട്ടരും തമ്മിൽ ലോഹിത്തിലല്ല, രണ്ട് കൂട്ടരും പറയുന്നുണ്ട്. അതിന് ഒരമ്മയെ പറ്റിയിട്ട് എനിക്ക് തോന്നുന്നു ആ അമ്മ എന്തോ സുഖമില്ലാത്തതാണ്, എന്തോ അസുഖമായിട്ട് എന്തോ ഇരിക്കുന്ന അമ്മയാണ്. ആ അമ്മയെ പറ്റിയിട്ടാണ് ഈ വൃത്തികെട്ട ശവം ഈ വൃത്തികേട് എഴുതി വെച്ചേക്കുന്നത്. ഇത് ഇവളുടെ കുഞ്ഞ് കാണില്ലേ? ഇവളുടെ ഹസ്ബൻഡ് കാണില്ലേ? ഇവളുടെ ചാനലിൽ വന്നിട്ട് കമൻ്റ് ഇടുന്ന ഇവളുടെ അമ്മ കാണില്ലേ? ഇത് മനുഷ്യ സ്ത്രീയാണോ ഇത്? പിശാച്. ഇതൊക്കെ എന്ത് ഭാരമാണെന്നറിയോ ഭൂമിക്ക്? ഇതൊക്കെ എന്തിനിങ്ങനെ ജീവിച്ചിരിക്കുന്നത്? കുഞ്ഞുങ്ങളും അമ്മമാരും തമ്മിലുള്ള ബന്ധത്തെ പോലും വൃത്തികെട്ട രീതിയിൽ പടച്ചുവിടുന്ന ഇവളൊക്കെ എന്തിനാ ഈ ഭൂമിക്ക് ഭാരമായിട്ട് ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത്? ഒരു ചാനൽ വളർത്താൻ വേണ്ടിയിട്ട് ഈ സ്ത്രീ ചെയ്യാത്തതൊന്നുമില്ല. പവർ ബ്രോ എന്ന് പറയുന്ന മനുഷ്യനെ അവരുടെ ചാനലിൽ നിന്ന് ഇറങ്ങുകയല്ലായിരുന്നു, അങ്ങോട്ട് കയറി ചെന്നിട്ട് ചാനൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സബ്ബാകാൻ വേണ്ടിയിട്ട് കാല് പിടിച്ച് അവിടെ കിടന്നതാണ്. അത് കഴിഞ്ഞ് ഇവരിങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ആരെ എടുത്തടിച്ചാൽ ചാനൽ വളർത്താം. പിന്നീടാണ് ഇവർക്ക് മനസ്സിലായത് ഈ പറയുന്ന തമിഴത്തി ചെയ്തതുപോലെ തെറി പറഞ്ഞാൽ, തമിഴത്തിക്ക് 2500 എങ്ങാണ്ട് സബ് കിടന്നപ്പോഴാണ് തനൂജയെ തേറി പറഞ്ഞ് തമിഴത്തി ഇപ്പോൾ ഏതാണ്ട് 30,000 സബിന് അടുപ്പിച്ചാക്കി വെച്ചേക്കുന്നത്. ആ പാത തന്നെയാണ് ഇവളും പിന്തുടരുന്നത്, അത് തന്നെയാണ് ഇവള് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവർ തമ്മിൽ ഒരു ബോണ്ട് നന്നായിട്ട് വർക്കൗട്ട് ആവുന്നത്. ഈ പറയുന്ന ഗ്യാങ്ങിലെ എല്ലാം അങ്ങനെ തന്നെയാണ്. എന്ത് ചീത്ത വിളിച്ചിട്ടാണേലും എന്ത് തോന്നിയവാസം കാണിച്ചിട്ടാണേലും യൂട്യൂബിൽ നിന്ന് കുറച്ച് ഏൺ ചെയ്യുക, ഇത് മാത്രമാണ് ലക്ഷ്യം. ഇവളുമാരുടെയൊക്കെ മക്കളെ ഡോക്ടറാകാൻ പഠിപ്പിക്കുക എന്നാണ് പറയുന്നത്. ഇമാതിരി സോഷ്യൽ മീഡിയയിൽ വന്ന് തെറിയും വിളിച്ച് ചീത്തയും വിളിച്ചിട്ട് ഇവളുടെയൊക്കെ മക്കൾ ഡോക്ടറാകാൻ പഠിക്കുകയാണത്രേ. എന്ത് ഡോക്ടർ അത്? എന്തൊക്കെ കള്ളത്തരമാണ് വന്നിരുന്നു പറയുന്നത്? അങ്ങനെ പഠിപ്പിച്ചിട്ട് എന്ത് കാര്യമാണ്? ഇതുങ്ങളുടെ മക്കളൊക്കെ ഡോക്ടറായിട്ട് ഈ സമൂഹത്തിന് എന്ത് വിലയാണുള്ളത്? ഈ സമൂഹത്തിൽ എന്ത് നേട്ടമാണുള്ളത്? ഇതുപോലെ തെറി വിളിക്കുന്ന അവളുമാരുടെ മക്കളെ എന്ത് ക്വാളിറ്റിയാണ് ഇവളുമാർക്കുള്ളത്? അപ്പോൾ പറയും ഫിജോ വിളിക്കുന്നു, നിങ്ങൾ കേൾക്കുന്നില്ലേ? ഫിജോ വിളിക്കുന്നു, നിങ്ങൾ കേൾക്കുന്നില്ലേ? അതെ, എല്ലാവരും എന്ത് കേട്ടാലും ചെവിയിൽ ഈയമൊരുക്കി ഒഴിച്ച് മിണ്ടാതെ അങ്ങനെ ഇരിക്കുന്ന ആൾക്കാരൊന്നുമല്ല, പ്രതികരണശേഷി ഉള്ള ആളുകളാണ്. ഈ ഫിജോ ഇവളെ എന്ത് പറഞ്ഞിട്ടാണ് ഇവള് ഫിജോയ്ക്ക് നേരെ തിരിഞ്ഞത്? എത്രയോ നാളുകളായി ഫിജോയെ എടുത്തിട്ട് ഇവള് വൃത്തികേട് പറഞ്ഞതിന് ശേഷമാണ് ഫിജോ ഇവൾക്കെതിരെ പ്രതികരിച്ചത്. അപ്പോൾ പ്രതികരിക്കുമ്പോൾ ഫിജോ ചെയ്യുന്നത് മാത്രം കുറ്റം അല്ലേ? അതുപോലെ തമിഴത്തിനെ എത്രയോ കാലമായിട്ട് വിട്ടുപിടിച്ചായിരുന്നു. ഹസ്ബൻഡിന് വയ്യാതെ അവർ പോയപ്പോഴും അതുപോലെ ഒരുപാട് സമയങ്ങളിൽ ഇവരുടെ കാര്യം മെൻഷൻ ചെയ്യാതെ ഇരുന്നായിരുന്നു. ആ സമയത്തൊക്കെ ഇവർക്കൊക്കെ റീച്ച് വേണം, ഇവർക്ക് കണ്ടന്റ് ഇല്ല. ഇവർക്ക് തെറി വിളിച്ചാൽ മാത്രമാണ് ഇതേപോലെയുള്ള കള്ളത്തരങ്ങൾ അല്ലെങ്കിൽ തെറി ചീത്ത ഇതുപോലെ അമ്മയും മക്കളും തമ്മിലുള്ള റിലേഷൻ ഇതിനെയൊക്കെ വൾഗറായിട്ട് ഇതേപോലെ ചിത്രീകരിച്ചാൽ മാത്രമാണ് 10 പേര് ഇവരുടെയൊക്കെ ചാനൽ കയറി കാണുകയുള്ളൂ. അതിനു വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറായ അടുത്തൊരു അവതാരമാണ് ഈ പറയുന്ന കൈമറ എന്ന് പറയുന്ന സ്ത്രീ. എല്ലാവരെയും തെറി വിളിക്കുകയാണ്. പവർ ബ്രോയെ, ഓ സിസ്റ്ററെ,
സിസ്റ്ററൊക്കെ ഇവളുടെ കള്ളക്കരച്ചിൽ കണ്ടിട്ടാന്ന് തോന്നുന്നു സൂപ്പർ ചാറ്റൊക്കെ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ സ്ത്രീ ആദ്യം തൊട്ടേ എനിക്ക് ഒരല്പം പോലും ഇഷ്ടമില്ലായിരുന്നു. നിങ്ങളെല്ലാം തലയിൽ കയറ്റി വെച്ചുകൊണ്ടിരുന്നപ്പോഴും എനിക്ക് ഒട്ടും വിശ്വാസമില്ല, ട്രസ്റ്റ് ഇല്ലാത്ത ഒരു സ്ത്രീയായിരുന്നു. ഒരു കമൻറ്റ് പോലും ഇതിൻ്റെ വീഡിയോയിൽ പോയി ഞാൻ ഇട്ടിട്ടില്ല. ഒരു രീതിയിലും ഇപ്പോൾ തമിഴത്തിക്കെതിരെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പോലും അത്രയും പോലും വിശ്വസിക്കാൻ കൊള്ളാത്ത, അത്രയും പോലും ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്ത്രീയാണ് ഇവരെന്ന് എനിക്ക് അന്നേ അറിയാമായിരുന്നു. പക്ഷെ നിങ്ങളൊക്കെ വിശ്വസിച്ചു. സിസ്റ്റർ ഈ പറഞ്ഞ പോലെ സൂപ്പർ ചാറ്റൊക്കെ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ ഒരു നന്ദി പോലും കാണിക്കാതെ അവരൊക്കെ എന്തൊക്കെയാണ് പറയുന്നത്. സിസ്റ്ററിനെ, പവർ ബ്രോയെ, എന്ത് വൃത്തികേടാണ് ഇവൾ പറയുന്നത്, ഈ പറയുന്ന മറ്റുള്ള സ്ത്രീകളുടെ കൂടെ കൂടിയിട്ട്. അപ്പോൾ ഇവൾക്ക് എന്ത് കള്ളത്തരവും കാണിക്കാം, ആരെപ്പറ്റി എന്ത് വൃത്തികേടും പറയാം, എന്ത് തോന്നിയവാസവും കാണിക്കാം, ആരും ചോദിക്കാൻ പാടില്ല. ഇവൾക്കെതിരെ ഒരാൾ പറഞ്ഞപ്പോൾ നിനക്കൊക്കെ ഈ കൂടെ നിൽക്കുന്ന ഈ പറയുന്ന നിനക്കൊക്കെ ഒട്ടും മാന്യതയില്ലാത്ത നിനക്കൊക്കെ പൊള്ളുന്നോ, നീയൊക്കെ സംസാരിക്കുന്നോ? ഇത് സോഷ്യൽ മീഡിയയാണ്. കണ്ടു കഴിഞ്ഞാൽ പബ്ലിക്കിലിടുന്ന കാര്യത്തെ പറ്റിയിട്ട് ആർക്കും സംസാരിക്കാം. കുറച്ചൊക്കെ മര്യാദയാവാം, കുറച്ചൊക്കെ മാന്യതയോടെയും മര്യാദയോടെയും സംസാരിക്കാം. നീയൊക്കെ അല്ലാതെ എന്ത് ചെയ്ത് മക്കളെ പഠിപ്പിച്ചിട്ട് ഒരു പ്രയോജനവും ഇല്ല. ആ പിള്ളേര്, ആ കുട്ടികളെന്ന് പറയുന്നത് ഒട്ടും വിലയില്ലാത്ത മക്കളായിട്ടാണ് ഈ സൊസൈറ്റിയിൽ വളരുന്നത്. തെറിവിളിക്കാരിയുടെ വൃത്തികേട് പറയുന്ന ഒരുത്തിയുടെ മകള്, അത്രയേ ഉള്ളൂ. അതുങ്ങൾക്കൊക്കെ എന്ത് പഠിക്കുമെന്ന് പറഞ്ഞിട്ട് പറയുന്നത് മുഴുവൻ വാ തുറന്നാൽ പറയുന്നത് മുഴുവൻ കള്ളമാണ്, എല്ലാം കള്ളാണ് പറയുന്നത്. അപ്പോൾ എന്ത് പഠിക്കും, എന്ത് കഴിവുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വെള്ളത്തിൽ വരച്ച വര പോലെയാണ്. ബാക്കിയുള്ളവരെ തേറി പറഞ്ഞ് ക്യാഷ് ഉണ്ടാക്കി മക്കൾക്ക് തിന്നാൻ കൊടുക്കുക, അല്ലെ മക്കളെ പഠിപ്പിക്കുക. വല്ലാത്തൊരു അസുഖമാണല്ലേ. ഈ സ്ത്രീ തമിഴത്തിയെ അടിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം മകളെ പറഞ്ഞു, അതുകൊണ്ട് മാത്രം ഞാൻ വന്നതാണെന്ന് പറഞ്ഞ് വന്ന സ്ത്രീയാണ്. അത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വീഡിയോയ്ക്ക് റീച്ച് കുറയുന്നതിനനുസരിച്ചിട്ട് ഫിജോയെ എടുക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ തനൂജിക്ക് എഗെയിൻസ്റ്റ് പറഞ്ഞു. അപ്പോൾ കുറേ സപ്പോർട്ട് കുറവാണെന്ന് അറിയപ്പോൾ ഇപ്പോൾ തനൂജി അനുകൂലിച്ച് സംസാരിക്കുന്നു. ഉണ്ടച്ചി എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഉണ്ടായ എന്ന് പറഞ്ഞ് അവരെ ബോഡി ഷെയ്മിങ് ചെയ്ത് അവരെ ഏതെല്ലാം രീതിയിൽ അവഹേളിച്ചു, ഏതെല്ലാം രീതിയിൽ അവരെ ചിത്രീകരിച്ചു, എന്തെല്ലാം വൃത്തികേട് പറഞ്ഞു. എന്നിട്ട് നാണം കെട്ടി 2 ദിവസം കഴിഞ്ഞപ്പോൾ അവരെ അനുകൂലിച്ച് പറയാണ്. കാര്യം സപ്പോർട്ട് കിട്ടുന്നത് അങ്ങനെയാണെന്ന് മനസ്സിലായി. ഒരു നാണവും മാനവും അഭിമാനവും ഇല്ലാത്ത ഒരു സ്ത്രീ, അതിലപ്പുറം ഒന്നുമില്ല ഈ കൈമറ എന്ന് പറയുന്ന സ്ത്രീ. സോഷ്യൽ മീഡിയയ്ക്ക് ദുരന്തമാണ്. ഇതിനെയൊക്കെ പറ്റിയിട്ടാണ് ശരിക്കും പറഞ്ഞ ആളുകൾ സംസാരിക്കേണ്ടത്. ഒരുപാട് ആളുകൾ ഇപ്പം തന്നെ ഒരുപാട് സ്ത്രീകൾ ഇവളുമാരെ അനുകരിച്ച് വൃത്തികെട്ടവളുമാരായി പോയിട്ടുണ്ട്. എന്തും പറയാൻ മടിയില്ലാത്ത സ്ത്രീകളായിട്ട് മാറിയിട്ടുണ്ട്. ഈ സമൂഹത്തിലെ ക്യാൻസറാണ് ഈ പറയുന്ന സ്ത്രീകളൊക്കെ. അതെല്ലാവരിലേക്കും ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സ്ത്രീകളിൽ ബാധിച്ചു കഴിഞ്ഞു. അവളുമാരാണ് ഈ നാഗവല്ലിയെന്നും കള്ളിയങ്കാട്ട് നീലിയെന്നും ഡെവിളെന്നും അത് ഇതെന്നൊക്കെ പറഞ്ഞ് പേരിട്ടുകൊണ്ട് ഈ വരുന്നത്. പിന്നെ കൂടെ ഇപ്പോൾ പേര് മാറ്റാതെ തന്നെ ഇതിലേക്ക് രൂപാന്തരം പ്രാപിക്കാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുന്ന കുറേ എണ്ണങ്ങളുമുണ്ട്. ഇവളുമാരൊന്നും വേറെ ഇപ്പോൾ ഫിജോ തട്ടിച്ചു, അന്നും പാട്ട് ഇത് തന്നെ, ഇന്നും പാട്ട് ഇത് തന്നെ. ഒരാൾ തട്ടിപ്പ് നടത്തിയെങ്കിൽ അതിന് വേണ്ട മാനം മര്യാദയ്ക്ക് സംസാരിച്ച് അതിന് വേണ്ട നടപടി എന്താണെന്ന് വെച്ചാൽ സ്വീകരിക്കുക. ഇപ്പോൾ ഡോക്ടർ റോസി മിനി ചേച്ചിയൊക്കെ ചെയ്യുന്നത് പോലെ മര്യാദയ്ക്ക് സംസാരിക്കുക. ഒരു യൂട്യൂബ് ചാനൽ കൊണ്ടുവന്ന് വെച്ചിട്ട് മര്യാദയ്ക്ക് അതിനെതിരെ സംസാരിക്കുക. എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്നുണ്ടെങ്കിൽ അത് ചെയ്യുക. ഇപ്പോൾ സ്ട്രൈക്ക് കൊടുത്ത് ഒരുത്തിയുടെ ചാനൽ പൂട്ടിച്ചില്ലേ, അതേപോലെ അടുത്തത് പൂട്ടാനായിട്ട് ഇരിക്കുന്നതിന്. അതുപോലെ നിനക്കൊക്കെ ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ നീയൊക്കെ ചെയ്യുക. അല്ലാതെ നീയൊക്കെ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം, അതിൽ നിന്ന് കഴിക്കാൻ വേണ്ടി മാത്രം എന്ത് തെറിയും തെറ്റും എന്ത് തെറിയും വൃത്തികേടും പറഞ്ഞുകൊണ്ട് യൂട്യൂബ് ചാനലിൽ വന്നിരുന്നാൽ കേൾക്കുന്നവർ കുറേ പേരൊക്കെ മിണ്ടാതെ ഇവളുമാരെന്തെങ്കിലും കാണിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോകുമായിരിക്കും. പക്ഷെ എല്ലാവരും ഒന്നും മിണ്ടാതിരിക്കില്ല. ഇവൾ എന്ത് വൃത്തികെട്ട നാശമായിട്ടാണ് ഒരമ്മയെ പറ്റിയിട്ട്, ആ ഉണ്ണിയേട്ടൻസ് വ്ലോഗിലെ അവരുടെ അമ്മയെ പറ്റിയിട്ട് എന്ത് വൃത്തികെട്ടവളാണ് ആയിട്ടാണ് ഇങ്ങനെ ഒരു CP ഇട്ടേക്കുന്നത്. അതൊന്ന് വായിച്ചു നോക്ക് നീയൊക്കെ, നല്ലതുപോലെ ഇതൊന്ന് വായിച്ചു നോക്ക് നീയൊക്കെ. എന്നിട്ട് പറ ഇവൾ എന്തുമാതിരി സ്ത്രീയാന്ന്. അതിൻ്റെ ഇടയിൽ 21 ലൈക്ക് ചെയ്തേക്കുന്നു. ഈ ഒരു CPക്കിടയിൽ 21 ലൈക്ക്. നീയൊക്കെ മനുഷ്യനാണോ? ഈ 21 ലൈക്ക് ചെയ്ത നീയൊക്കെ മനുഷ്യനാണോ? നിനക്കൊക്കെ അമ്മയുണ്ടോ? നീയൊക്കെ അമ്മയാണോ? നിനക്കൊക്കെ അല്ലെങ്കിൽ അമ്മയാണോ അല്ലെങ്കിൽ അച്ഛനാണോ? നിനക്കൊക്കെ അല്പമെങ്കിലും നാണവും മാനവും ഉണ്ടോ? ഈ സ്ത്രീയെ ഇതുപോലെ സപ്പോർട്ട് ചെയ്യാൻ, ഇതേപോലെയുള്ള കാട്ടു പിശാശിനെ ഇതുപോലെ സപ്പോർട്ട് ചെയ്യാൻ നിനക്കൊക്കെ അല്പമെങ്കിലും നാണവും മാനവും ഉണ്ടോ?